ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടോ. ഇന്ന് ഞാൻ എൻ്റെ റിലേഷനിലെ ഒരാൾക്ക് വേണ്ടി ഒരു CT സ്കാൻ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ടോക്കൺ കൊടുത്ത് അങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിച്ചു നമ്മളോട്, എൻ്റെ ഫയൽ കണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു കണ്ടിട്ടില്ല, ഫയൽ കണ്ടില്ല, ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടാവും നോക്കി വെക്കുന്നു പറഞ്ഞു. അങ്ങനെ അത് വിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അത് വന്നുമ്പോൾ ടോക്കൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ആ കുട്ടി ഒരു സൈഡിൽ ഇങ്ങനെ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നമ്മളെ കാര്യം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഫയൽ മിസ്സിംഗ് ആണ്. അത് കിട്ടിയില്ല വെച്ച് ഞാൻ ഇല്ല അത് കിട്ടിയിട്ടില്ല, ഇവിടെ ആരോട് ചോദിച്ചിട്ടും ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് ഞാനും ആ കുട്ടി രണ്ട് കുട്ടിയുണ്ട് കേട്ടോ, മൊത്തം രണ്ട് കുട്ടിയൊരു അമ്മയാണ്. അപ്പോൾ ആദ്യം ഒരു ഭയങ്കര തെരച്ചിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിട്ട്, കാരണം അത്യാവശ്യം ആളുണ്ട്, അവർ മറന്നു വെച്ചാൽ വെച്ചിട്ടാണ് ആദ്യം അവർ കൂടെ കൂടാൻ. പിന്നെ കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി, ആ കുട്ടി രണ്ട് കുട്ടികളുണ്ട്, ഞാനുണ്ട്. ഇങ്ങനെ അവിടെ സിസ്റ്ററുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഫയൽ മിസ്സിംഗ് ആണ്, എന്താ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ അല്ല, നമുക്കൊരു പണി ചെയ്യാം, ഫയൽ മിസ്സിംഗ് ആണെച്ചെങ്കിൽ നമുക്ക് അവിടെ സെക്യൂരിറ്റി അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി കാണാൻ വേണ്ടി പോയി. സെക്യൂരിറ്റി അടുത്ത് നിന്ന് പറഞ്ഞ അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഫയൽ മിസ്സിംഗ് ആണ്, അതിൽ റേഷൻ കാർഡ് ഉണ്ട്, വീട്ടിലെ റേഷൻ കാർഡ് ഉണ്ട്, അതാണ് മെയിൻ വിഷയം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ അവർ നമ്മളെ കണ്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ. അവർ പറഞ്ഞു നമുക്ക് മറ്റേ CCTV പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CCTV അവിടെ പോയി. അത് CCTV നോക്കിയിട്ട് അപ്പോൾ ഈ കുട്ടി ഇരുന്നിരുന്ന ഭാഗത്ത് CC ക്യാമറ അല്ല, മറുഭാഗത്തെ ക്യാമറ ഉള്ളൂ. അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് ചെക്ക് ചെയ്തിട്ടും ആളെ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആരോ പറഞ്ഞു നമുക്കൊന്നൊരു പണി ചെയ്യാം, അവിടെ ഒന്ന് CT സ്കാനിങ് എടുക്കാൻ വരുന്ന എല്ലാവരും നമ്പർ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഒരു 30-35 ആളുണ്ട് തോന്നുന്നു. അപ്പോൾ അവരുടെ നമ്പർ ഞങ്ങൾ സെപ്പറേറ്റ് എഴുതിയിട്ട് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചിട്ടും ആളെ കിട്ടിയില്ല. ചില ആൾ പേഷ്യൻ്റ് അവിടെ ഉള്ള കാരണം മറ്റേ മെഡിക്കൽ കോളേജിൽ റേഞ്ച് കുറവാണ്, അത് നമുക്ക് ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. കുറച്ച് ആൾക്കാരെ കിട്ടി, അവരുടെ ഫയലില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ വീട്ടിലേക്ക് റേഷൻ കാർഡിലാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു ഇതിലാണ് കുട്ടിയിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറയാലോ, ഒരു 12-1 മണിയാകുമ്പോൾ ഞങ്ങൾ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ കുട്ടിയുടെ നമ്പർ വാങ്ങി, ഞാൻ എന്തെങ്കിലും ഒരു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ, നിങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ കുട്ടിക്ക് കരച്ചിലും വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്, കാരണം ആ കുട്ടിയിൽ നിന്നാണത് മിസ്സാക്കുന്നത്. അമ്മയുണ്ട്, രണ്ടും മക്കളാ തോന്നണം, ഒരു വേറെ പെൺകുട്ടിയുണ്ട്. അങ്ങനെ ഒരു 1 മണി 1:30 ആകുമ്പോൾ ആ കുട്ടിയുടെ കോള് വരുന്നു. ചുരുക്കി പറയുകയാണെന്നുവെച്ചെങ്കിൽ ഫയൽ കിട്ടിയാറുണ്ട്. അത് ഈ അവിടെ ഒരു അപേക്ഷ സംഭവമുണ്ട്, ആ അപേക്ഷ ഫോം എഴുതുമ്പോൾ ഒരു ഫോം അവിടെ കിട്ടും. അപ്പോൾ ഈ ഫയലിൻ്റെ മുകളിൽ വെച്ചിട്ട് എഴുതിയിട്ട് അവർ അങ്ങനെ ബാഗിൽ ഇട്ടിരിക്കണം. പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഫോണിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫയൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം ഇത്രയും എല്ലായിടത്തും ചേട്ടൻ നടന്നിട്ട് ഞങ്ങളുടെ കൂടെ നടന്ന കാരണം എനിക്ക് ഫയൽ കിട്ടിയത്. ആ കുട്ടിക്ക് കരച്ചിലും വരുന്നുണ്ട്, സന്തോഷം കൊണ്ടാണ് കരഞ്ഞ പോലെ സൗണ്ടിൽ വന്നിരുന്നു കേട്ടോ. അത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒതുങ്ങി കൂടുന്ന സൈസാണ്, അതായത് ഒരു 4 ആൾ കൂടുമ്പോൾ അവിടെ പോയിരിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയുള്ള വ്യക്തി ആയിരുന്നില്ല ഞാൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്താണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയൊരു ഒന്നിന് ശേഷം എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ. നമ്മൾ കാരണം ഒരു ഫയൽ കിട്ടുക എന്നൊക്കെ, അതും ആ ഫയലിൽ റേഷൻ കാർഡ് അടക്കമുണ്ട്. ആ കുട്ടി അത്ര ടെൻഷൻ അടിച്ചു. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ അങ്ങനെയുള്ള വാക്കുകൾ കിട്ടുമ്പോൾ എനിക്കൊരു ഊർജ്ജം കിട്ടിയ മാതിരി വീഡിയോ ചെയ്യാനും ഇതുപോലുള്ള ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാനും ഒരു ഊർജ്ജം കിട്ടിയ ഫീൽ എനിക്ക് കിട്ടിയിട്ടോ.